ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ആഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സബ്ജക്റ്റ് ആണ് കേട്ടോ. മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിൽ കയറിയതിനു ശേഷം ക്ലാസ്സുകൾ കാണാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മിസ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ ഇതേ കണക്കൊരു സെക്ഷൻ മക്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവിടെ കുട്ടിയുടെ പേര് എന്നിടത്ത് മക്കൾ നിങ്ങളുടെ പേരുകൾ എഴുതണം, സ്കൂൾ എന്നിടത്ത് നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതണം, ഡിവിഷൻ ക്ലാസ് എന്നിവിടങ്ങളിൽ തെറ്റാതെ മക്കളുടെ ക്ലാസ്സും ഡിവിഷനും മക്കൾ ചേർക്കണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രവർത്തനം എന്താന്ന് നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. എന്താണ് മക്കളെ ഒന്നാമത്തെ പ്രവർത്തനത്തിന്റെ പേര്? വായിക്കാം എഴുതാം. കൂട്ടുകാർക്ക് അവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ കണക്ക് വായിക്കാനായിട്ട് ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരണോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിപ്പോ മറ്റോ തരും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് വായിച്ചു നോക്കിയതിനു ശേഷം അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ പോർഷൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. കാര്യം നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പോർഷനിൽ തന്നെ നമ്മുടെ ചോദ്യത്തിനുള്ള എല്ലാ ആൻസേഴ്സും ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മലമുകളിലാണ് ഞാൻ ജനിച്ചത്. കൊല്ലവും തീയതിയും ഒന്നും എനിക്കറിയില്ല. എന്റെ ഇന്നത്തെ വലിപ്പമൊന്നും അന്ന് എനിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാല്. അപ്പൊ ഒരു ചെറിയ നീർച്ചാലാണ് അല്ലെ? എന്താണത് പറയുന്നത് മക്കളെ? ഞാൻ മലമുകളിലാണ് ജനിച്ചിട്ടുള്ളത്. എപ്പോഴാ ജനിച്ചത് എന്നുള്ള സമയമൊന്നും എനിക്ക് അറിയില്ല അല്ലെ? പക്ഷെ ജനിച്ചപ്പോ ഞാൻ നല്ലൊരു നീർച്ചാലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്? നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ? ഒഴുകും തോറും വീതിയും ആഴവും കൂടി അങ്ങനെ വലുതായി വലുതായി ഇന്നത്തെ രൂപത്തിലെത്തി. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഒഴുകും തോറും അതിന്റെ നീളവും വീതിയൊക്കെ എന്ത് ചെയ്തു? ആഴമൊക്കെ കൂടി വരാൻ തുടങ്ങിയില്ലേ? അങ്ങനെ വലുതായി വലുതായിട്ടാണ് ഇന്നത്തെ രൂപത്തിലെത്തിയിട്ടുള്ളത് അല്ലെ? വരുന്ന വഴിക്ക് എത്ര ചാട്ടങ്ങൾ, തടസ്സം നിന്ന കല്ല്. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകി എന്റെ വഴി ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അതെങ്ങനെയാണ് മക്കളെ വഴി കണ്ടുപിടിച്ചിട്ടുള്ളത്? അത് വരുന്ന വഴിക്ക് ഒരുപാട് ചാട്ടങ്ങൾ ഉണ്ടായിരുന്നു, തടസ്സത്തിനായിട്ട് ഒരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നു, പാറകൾ ഉണ്ടായിരുന്നു. അതിന്റെ മുകളിലൂടെ എല്ലാം ഒഴുകി എന്റെ വഴി ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അനേകതരം മത്സ്യങ്ങൾക്ക് ഞാൻ അഭയം നൽകി. കടന്നു പോകുന്ന നാടുകളിലെല്ലാം കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഞാൻ സഹായിച്ചു. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത് മക്കളെ? കുറെ മീനുകൾക്ക് അഭയം നൽകുന്നുണ്ട്. അതുപോലെ ഞാൻ കടന്നു പോകുന്ന നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ആവശ്യത്തിനുള്ള ജലം കൊടുക്കുന്നുണ്ടല്ലേ? അതായത് കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഒക്കെയുള്ള ജലം കൊടുക്കുന്നുണ്ട് അല്ലെ? മഴക്കാലത്ത് ഞാൻ നിറഞ്ഞ് കുതിച്ചൊഴുകി, വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നൊഴുകി എന്റെ യാത്ര കടലിലേക്കാണ്. ഓക്കെ അല്ല മക്കളെ? അപ്പൊ എന്താണ് പറയുന്നത്? മഴക്കാലത്ത് അത് നന്നായിട്ട് കുതിച്ചൊഴുകും അല്ലെ? വേനൽക്കാലത്താവുമ്പോഴോ അത് മെലിഞ്ഞു പോവാണ് ചെയ്യാറുള്ളത് അല്ലെ? അപ്പൊ എവിടേക്കാണ് ഇതിന്റെ യാത്ര മക്കളെ? കടലിലേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പുഴയുടെ കഥയാണ് ഇവിടെ പറയുന്നത് അല്ലെ? ആദ്യം ഒരു ചെറിയ നീർച്ചാലായിട്ടുണ്ടായിരുന്നു, പിന്നെ ഒഴുകും തോറും നീളവും ആഴവും കൂടി വന്നു അല്ലെ? പോകുന്ന വഴിയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പോകുന്ന വഴിയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് അവയ്ക്ക് ആവശ്യമായിട്ട് കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും എല്ലാം വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു. മഴയാവുന്ന സമയത്ത് എന്ത് ചെയ്യും മക്കളെ? വെള്ളം അതിൽ നിറഞ്ഞു കുതിച്ചൊഴുകും, വേനലാവുമ്പം മെലിഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പുഴയുടെ കഥകൾ അവിടെ പറയുന്നത് അല്ലെ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ മക്കളെ? ആദ്യത്തെ ചോദ്യം ഇതാണ്, എവിടെയാണ് പുഴ ജനിച്ചത്? എവിടെയായിരുന്നു മക്കളെ? കടലില്, കാട്ടില്, മലമുകളിൽ, നാട്ടിൽ. എവിടെയാണ്? കൃത്യമായിട്ട് നമുക്ക് പറയുന്നത് എവിടെയാണ്? മലമുകളിൽ. എവിടെയാണ്? മലമുകളിലാണ് പുഴയുടെ ജനനം. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചിട്ടുള്ള പദമേത്? വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചുള്ള പദമേത്? ഏതാണ് മക്കളെ? നീര്, അഭയം, ആഴം, മത്സ്യം. ഏതാണ്? നീരാണ് അല്ലെ? നീര് എന്നതിനാണ് വെള്ളം എന്നുള്ള അർത്ഥം കൂടിയും വരുന്നത് കേട്ടോ.
ഇനി സി ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ജനിച്ചപ്പോൾ പുഴ എങ്ങനെയായിരുന്നു മക്കളെ? നല്ല വീതിയും വലുപ്പും ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലെ. വലിയ വെള്ളച്ചാട്ടം പോലെയായിരുന്നോ? അല്ല. ചെറിയ നീർച്ചാല് പോലെയാണോ മക്കളെ? യെസ്, അതെ അല്ലെ. ചെറിയ നീർച്ചാല് പോലെയായിരുന്നു പുഴ ഉണ്ടായിരുന്നത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്ന് ഒഴുകി എന്ന് പറയുന്നതിലൂടെ എന്തായിരിക്കാം പുഴ ഉദ്ദേശിക്കുന്നത്? എന്താണ് മക്കളെ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് നോക്കിയേ. ഏറെ നേരം ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു, വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു, കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു, ആഴവും വീതിയും കൂടിയതിനാൽ പുഴ മെലിഞ്ഞു. അപ്പൊ ഏതാണ് മക്കളെ? എപ്പോഴാണ് പുഴ മെലിയുന്നത്? വേനൽക്കാലത്തെ വെള്ളം വറ്റിയിട്ട് ആണ് പുഴയുടെ ഒഴുക്ക് കുറയുന്നതും അത് മെലിയുന്നതും. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മക്കൾക്ക് ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന പാരഗ്രാഫ് കൃത്യമായിട്ട് വായിക്കുക കേട്ടോ. ഇനി അതിൽ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നത് ആരൊക്കെയാ മക്കൾ ഒഴുകാൻ തടസ്സം നിന്നിട്ടുണ്ടായിരുന്നത്? പാറ, മത്സ്യം, മരം, മല. ആരായിരുന്നു? പാറയായിരുന്നു അല്ലെ. പാറയും കല്ലുകളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? നമുക്ക് ആൻസർ ചെയ്യാനുള്ള എല്ലാം തന്നെ ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയുണ്ട്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ. പ്രവർത്തനം 2, വരികൾ കൂട്ടിച്ചേർക്കാം. അത്തിമരക്കാട്ടിൽ ഉത്സവം തുടങ്ങി. കാട്ടിലെ കൂട്ടുകാരെല്ലാം ഉത്സവം കാണാനെത്തി. അവർ പാടിയ പാട്ടിന്റെ ആദ്യ വരികളാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ. അപ്പൊ ഇവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട്, അതിലേക്ക് കവിത തന്നിട്ടുണ്ട്, അതിലേക്ക് കൂടുതൽ വരികൾ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം അല്ലെ. അത്തിമരക്കാടുകളിൽ ഉത്സവമാണ്, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ, പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ. എന്താ പറയുന്നത് മക്കളെ? അത്തിമരക്കാട്ടിൽ ഉത്സവമാണ്, ഉത്സവം കൂടാൻ കൂട്ടുകാർ വന്നേ. അപ്പൊ ആരൊക്കെ വന്നു എന്നാണ് പിന്നീട് പറയുന്നത് അല്ലേ. പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ. അതേപോലെ ബാക്കി മക്കളടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ. അത്തിമരക്കാടുകളിൽ ഉത്സവമാണ്, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ, പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ, പാട്ടുപാടി പറക്കുന്ന കിളികളും വന്നേ, തുള്ളിച്ചാടി പോകുന്ന മുയലുകളും വന്നേ, ആടിയും പാടിയും സന്തോഷിച്ചേ. കണ്ടോ മക്കളെ? അപ്പൊ ഓരോ ജീവികളും എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത് അല്ലെ. ഓക്കെ അല്ല മക്കളെ? ക്ലിയർ ആയിട്ടില്ലേ? അപ്പൊ ഇതുപോലെ ആഡ് മോർ ലൈൻ, അതായത് വരികൾ കൂട്ടിച്ചേർക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള അതിന്റെ അതേ താളത്തിൽ അല്ലെ, അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വരികൾ ചേർത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ക്ലിയർ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രവർത്തനം 3, സംഭാഷണം എഴുതാം. കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുത്ത സന്തോഷത്തിലാണ് കുഞ്ഞരിപ്രാവ്. വിശേഷങ്ങൾ പങ്കുവെക്കാനായി അവൾ നാട്ടിലെ കൂട്ടുകാരിയായ വെള്ളരിപ്രാവിന്റെ അടുത്തെത്തി. അവർ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടായിരിക്കുക? മക്കളെ നിങ്ങൾ ഓർക്കുന്നില്ലേ നമ്മുടെ കാട്ടിലെ ഉത്സവം നടന്നതും അതുപോലെ തന്നെ കുഞ്ഞരിപ്രാവിനെ കുറിച്ചൊക്കെ? അപ്പം കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുത്ത സന്തോഷത്തിലാണ് ആരുള്ളത്? നമ്മുടെ കുഞ്ഞരിപ്രാവ് ഉള്ളത് അല്ലെ. അപ്പൊ അവൾ എന്ത് ചെയ്തു? ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് നാട്ടിലെ കൂട്ടുകാരിയായിട്ടുള്ള വെള്ളരിപ്രാവിന്റെ അടുത്തെത്തി. ആ സമയത്ത് അവർ സംസാരിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വെള്ളരിപ്രാവ് ചോദിക്കാണ്, നീ ഇന്ന് സന്തോഷത്തിലാണല്ലോ. എന്താ ചോദിച്ചത്? നീ ഇന്ന് സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിച്ചു. വെള്ളരിപ്രാവ് എന്തായിരിക്കും മക്കളെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നമുക്ക് നോക്കാം അല്ലെ. വെള്ളരിപ്രാവ്: കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നീ ഇന്ന് സന്തോഷത്തിലാണല്ലോ. കുഞ്ഞിപ്രാവ്: അതേ കൂട്ടുകാരി, ഞങ്ങളുടെ കാട്ടിലെ കലോത്സവം ഭംഗിയായി നടന്നു. വെള്ളരിപ്രാവ്: ആഹാ, നാട്ടിലെ പോലെ കാട്ടിലും കലോത്സവമോ? കുഞ്ഞിപ്രാവ്: അതെ, ഓടിയിടൽ, കൂവൽ, മിമിക്രി, ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളരിപ്രാവ്: കേട്ടിട്ട് കൊള്ളാമല്ലോ, എല്ലാവരും പങ്കെടുത്തോ? കുഞ്ഞിപ്രാവ്: എല്ലാ മൃഗങ്ങളും പങ്കെടുത്തു, ഒരുപാട് സന്തോഷിച്ചു. വെള്ളരിപ്രാവ്: കലോത്സവം നടത്താൻ ആരാണ് പറഞ്ഞത്? കുഞ്ഞിപ്രാവ്: ഇങ്ങനെ ഒരു നല്ല ആശയം പറഞ്ഞത് ഞാനാണ്. വെള്ളരിപ്രാവ്: ആണോ? അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ.
കുഞ്ഞിപ്രാവ്. അതെ, കലോത്സവം നടത്താൻ വഴി കാട്ടിയത് കൊണ്ട് എല്ലാവരും ചേർന്ന് എന്നെ ആദരിച്ചു. വെള്ളരിപ്രാവ് കേട്ടതിൽ വളരെ സന്തോഷം മിടുക്കി. കണ്ടോ മക്കളെ, മിസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ കുറെ കാര്യങ്ങളെല്ലാം അതിൽ നമ്മൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് ഇത്രയും കൂടുതൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ മാത്രം തിരഞ്ഞെടുത്തിട്ട് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ കുഞ്ഞരിപ്രാവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെള്ളരിപ്രാവും തമ്മിലുള്ള കോൺവെർസേഷൻ അല്ലേ, സംഭാഷണം അല്ലേ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്? ക്ലിയർ ആയിട്ടില്ലേ മക്കളെ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സംഭാഷണം എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കൃത്യമായിട്ട് മക്കള് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൃത്യമായിട്ട് എല്ലാവരും എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.